കർത്താവിന്റെ ദാസി വിശ്വാസ തോമസിനെ ക്ഷണിച്ചുകൊള്ളു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ഉച്ചകഴിഞ്ഞ സമയത്ത് സഹോദരന്മാരായ നമുക്ക് ഓരോരുത്തർക്കും വീണ്ടും ഈ പ്രയർ ലൈനിൽ ഒരുമിച്ച് കൂടി വന്ന ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും അല്പനിമിഷം ദൈവത്തിലായിരിക്കാൻ ദൈവം നമുക്ക് ഒരുക്കുന്ന നല്ല സമയത്തെ ഓർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ലീഡ് ചെയ്യുന്ന ഡിസൈനിക്ക് സ്തോത്രം. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്തോത്രം. എനിക്ക് വീണ്ടും ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പാകെ തിരുവചനവുമായി കടന്നു വരുവാൻ അവസരം തന്ന ദൈവത്തെ ഞാൻ നന്ദിയോടെ സ്തുതിക്കുവാണ്. ഇന്ന് പകൽക്കാലത്തെ ചിന്തയ്ക്കായി ഒരു തിരുവചനം വായിക്കുവാൻ ദൈവത്തിൽ ശരണപ്പെടുന്നു. സങ്കീർത്തനം 22-ന്റെ 28-ഉം 29-ഉം വാക്യം. സങ്കീർത്തനം 22-ന്റെ 28-ഉം 29-ഉം. രാജ്യത്വം യഹോവയ്ക്കുള്ളതല്ലോ, അവൻ ജാതികളെ ഭരിക്കുന്നു. ഭൂമിയിൽ പുഷ്ടിയുള്ളവരൊക്കെയും ഭക്ഷിച്ചാരാധിക്കും. പൊടിയിലേക്ക് ഇറങ്ങുന്നവരെല്ലാവരും അവൻ്റെ മുൻപാകെ കുമ്പിടും, തൻ്റെ പ്രാണനെ രക്ഷിപ്പാൻ കഴിയാത്തവനും കൂടെ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഉച്ചകഴിഞ്ഞ സമയത്തിനായി സ്തുതിക്കും. ഞങ്ങൾ തിരുവചനവുമായി ഞങ്ങളുടെ സന്നിധിയോട് അടുത്ത് വരുന്ന കർത്താവേ, അപ്പാ പരിശുദ്ധാത്മാവ് എന്ത് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നു അത് തന്നെ സംസാരിക്കണമേ കർത്താവേ. കേൾക്കുന്ന ഓരോ ജീവിതങ്ങൾക്കും അത് അനുഗ്രഹമായി തീരണം. അടിനെ സമർപ്പിക്കുന്നു. തിരുവചനം അങ്ങയുടേതാണപ്പാ, അങ്ങ് തന്നെ സംസാരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. പ്രാർത്ഥനയായി സ്തോത്രം. എല്ലാം യേശുക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ. വീണ്ടും ഒരിക്കൽ കൂടെ ഞാൻ തിരുവചനം വായിക്കുന്നു. രാജ്യത്വം യഹോവയ്ക്കുള്ളതല്ലോ, അവൻ ജാതികളെ ഭരിക്കുന്നു. അതെ, നമുക്കറിയാം നമ്മുടെ ദൈവം രാജാതി രാജാവും കർത്താതി കർത്താവുമായി വാഴുന്ന ദൈവമാണ്. അതെ, അവൻ ജാതികളെ ഭരിക്കുന്നു. അതെ, നമ്മുടെ എൻ്റെ ജീവിതത്തിലാണ് പലപ്പോഴും അതെ ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കാരണമായിരുന്ന ഒരു തിരുവചനമുണ്ട്. സങ്കീർത്തനം 29-ന്റെ 10-ാം വാക്യം. യഹോവ ജലപ്രളയത്തിനു മീതെ ഇരുന്ന് യഹോവ എന്നേക്കും രാജാവായിരിക്കുന്നു. അതെ, ഞാൻ എപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുകയും ബലപ്പെടുന്ന ഒരു വചനമാണ്. ജലപ്രളയത്തിനു മീതെ യഹോവ എന്നേക്കും രാജാവായിരിക്കുന്നു. അതായത് നമ്മുടെ മുമ്പിൽ കടന്നു വരുന്ന വിഷയം ഒരു ജലപ്രളയത്തിന് സമമായി ആണ്. എന്നാൽ അതിൻ്റെ മീതെ ഇരുന്നു കൊണ്ട് എന്നേക്കും രാജാവായി വാഴുന്ന ഒരു ദൈവത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. അതെ, നമ്മളെ തകർക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്ന വിഷയത്തിൻ്റെ മീതെ, നമ്മളെ അല്ലെങ്കിൽ മുടിച്ചു കളയുമെന്ന്, നമ്മളെ പ്രശ്നത്തിൽ ആണ്ടുപോകുമെന്ന് നമ്മൾ വിചാരിക്കുന്ന വിഷയത്തിൻ്റെ മീതെ രാജാവായിരുന്നു എന്നേക്കും വാഴുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അതെ, ഹല്ലേലൂയ. സകലത്തെയും ഭരിക്കുന്ന, സകലത്തെയും വാഴുന്ന, തൻ്റെ വാക്കിനാൽ സകലത്തെ നിർമ്മിച്ച ദൈവം നമ്മുടെ പിതാവായി സ്വർഗത്തിൽ ഇന്നും ജീവിക്കുന്നതോർത്ത് രാജാതിരാജാവും കർത്താവുമായി വീണ്ടും വരുന്ന ദൈവമാകിയാൽ ഇന്ന് പകൽക്കാലം ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുവാണ്, മഹത്വപ്പെടുത്തുവാണ്. അതിന് 29-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഭൂമിയിൽ പുഷ്ടിയുള്ളവരൊക്കെയും ഭക്ഷിച്ചാരാധിക്കും. അതെ, ഇന്ന് ഹല്ലേലൂയ നമ്മുടെ മാനസികമായി നമ്മൾ ചിന്തിച്ചാൽ നമ്മൾ ദൈവത്തെ ആരാധിപ്പാൻ ദൈവം വെച്ചിരിക്കുന്ന തൻ്റെ സൃഷ്ടികളെല്ലാം ദൈവത്തെ ആരാധിക്കണമെന്ന് ദൈവം വെച്ചിട്ടുണ്ട്. അത് 148-ാം സങ്കീർത്തനത്തിൽ ആരൊക്കെ ദൈവത്തെ സ്തുതിക്കണമെന്ന് അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സ്വർഗത്തിൽ യഹോവയെ സ്തുതിപ്പീൻ, ഉന്നതങ്ങളിൽ അവനെ സ്തുതിപ്പീൻ, അവൻ്റെ സകല ദൂതന്മാരും അവനെ സ്തുതിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. സർവ്വ സൈന്യവും ദൈവത്തെ സ്തുതിക്കണമെന്ന്, അല്ലെ ദൈവത്തെ ആരാധിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സൂര്യചന്ദ്രന്മാർ, പ്രകാശം തരുന്ന നക്ഷത്രങ്ങൾ, ഇങ്ങനെ ദൈവത്തിൻ്റെ സൃഷ്ടിയുള്ള സകലതും ദൈവത്തെ സ്തുതിക്കണമെന്നും ആരാധിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതെല്ലാം കാരണം ദൈവം അത് കൽപ്പിച്ചിട്ട് അവ സൃഷ്ടിക്കപ്പെട്ടിരിക്കാൽ യഹോവയുടെ നാമത്തെ സ്തുതിക്കുവാനാണ് തിരുവചനം അത് പറയുന്നത്. അതെല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടി ആയതുകൊണ്ടാണ്. നാമും ദൈവത്തിൻ്റെ സൃഷ്ടിയാകയാൽ നാമും ദൈവത്തെ സ്തുതിക്കണമെന്ന്, ദൈവത്തെ ആരാധിക്കണമെന്നാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആ 148-ാം സങ്കീർത്തനത്തിൽ എല്ലാം എടുത്തെടുത്ത് പറയുന്നുണ്ട്. സകലതും, പർവ്വതങ്ങളും കുന്നുകളും ഫലവൃക്ഷങ്ങളും ജന്തുക്കളും പർവ്വജാതികളും സകലരും ദൈവത്തെ സ്തുതിക്കുവാനാണ് പറയുന്നത്. കാരണം അവൻ്റെ നാമം മാത്രമാണ് ഉയർന്നിരിക്കുന്ന നാമം. അവൻ്റെ മഹത്വം ഭൂമിക്കും ആകാശത്തിനും മേലായിരിക്കുന്നു. അതുകൊണ്ട് നാം ആ നാമത്തെ ഉയർത്തണമെന്നും ദൈവത്തെ ആരാധിക്കണമെന്നും സ്തുതിക്കണമെന്നും ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അത് ദൈവത്തിൻ്റെ ഒരു കൽപ്പനയാണ്. നമുക്കറിയാം, ഹല്ലേലൂയ, മിസ്രൈമിലായിരിക്കുന്ന ഇസ്രായേൽ ജനത്തെ വിട്ടയക്കുവാൻ ദൈവം പറഞ്ഞ ഒറ്റ കാര്യം, എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയപ്പാൻ. അത് ദൈവത്തെ ആരാധിക്കണമെന്ന്, ജീവനുള്ള ദൈവത്തെ ആരാധിക്കണമെന്ന് ദൈവം നമുക്ക് വച്ചിരിക്കുന്ന ഒരു പ്രമാണമാണ്. അത് തൻ്റെ സകല സൃഷ്ടികളും ദൈവത്തെ സ്തുതിക്കുമ്പോൾ ജീവനുള്ള
ജീവനുള്ള മനുഷ്യർ പലപ്പോഴും ദൈവത്തെ സ്തുതിക്കുന്നതിനും ആരാധിക്കുന്നതിനും മടിയുള്ളവരായിട്ടാണ് കാണുന്നത്. ഭൂമിയിൽ പുഷ്ടിയുള്ളവരൊക്കെയും ഭക്ഷിച്ച് ആരാധിക്കാൻ. അവിടെ 11-ാം വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്, ഭൂമിയിലെ രാജാക്കന്മാരും സകല വംശങ്ങളും ഭൂമിയിലെ പ്രഭുക്കന്മാരും സകല ന്യായാധിപന്മാരും യുവാക്കളും യുവതികളും എല്ലാം. കാരണം ഈ ലോകത്തിൻ്റെതായ പുഷ്ടി അനുഭവിച്ചുകൊണ്ട് പോകുന്നവരാ, ഈ ലോകത്തിൻ്റെ ധനം അതിൻ്റെ മഹാത്മ്യം അതെല്ലാം അനുഭവിച്ചുകൊണ്ട് പോകുന്നവർ ഒരു പക്ഷേ ഈ കർത്താവിനെ ആരാധിപ്പാനും ദൈവത്തെ സ്തുതിക്കുവാനും മടിയുള്ളവരാണ്. പല തിരുവചനം നമ്മൾ അവരോട് പറയുമ്പോഴും അതിനെ പുറം കാലം കൊണ്ട് തട്ടിപ്പോകുന്നവരായിരിക്കും. എന്നാൽ ദൈവവചനം ഇപ്രകാരം, കഴിഞ്ഞ ദിവസം ദൈവത്തിൻ്റെ ഒരു പ്രഭാതത്തിൽ ഞാൻ ഉണർന്നു വരുമ്പോൾ എൻ്റെ വായിൽ ദൈവം തന്ന ഒരു വചനമാണ്, ഭൂമിയിൽ പുഷ്ടിയുള്ളവരൊക്കെയും ഭക്ഷിച്ച് ആരാധിക്കും. അതിൻ്റെ അർത്ഥം പലപ്പോഴും ഞാൻ വായിച്ചു വിട്ട വചനമാണേലും എൻ്റെ ഉള്ളത്തിൽ അത് ഹല്ലേലൂയ അത് ആഴമായി ഒന്ന് ചിന്തിക്കുവാൻ ഇടയായി തീർന്നു. കാരണം നാം പലപ്പോഴും ചിന്തിക്കുന്ന വിഷയങ്ങളുണ്ട്. ഹല്ലേലൂയ പല ഉന്നതരായ വ്യക്തികളോട്, ഈ ലോകത്തിൻ്റെ ധനവും പുഷ്ടിയും അനുഭവിച്ചു പോകുന്ന പലരോടും കർത്താവിൻ്റെ വചനം പറഞ്ഞിട്ട് ഒരു മാറ്റവും ഇല്ലാതെ പോകുന്ന ചില ജീവിതങ്ങളെ മേൽ ഈ ദിവസങ്ങളിൽ ഒരു പക്ഷേ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുമായിരിക്കും. ഞാൻ അതന്ന് പകൽക്കാലം അത് അങ്ങനെ തന്നെ പറയുവാണ്. ഞാൻ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ, ഇന്നലെ എഴുന്നേറ്റ് വരുമ്പോൾ എൻ്റെ അതരത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ ഒരു വചനമാണ് നിങ്ങളുടെ മുമ്പായി വായിച്ചത്, ഭൂമിയിൽ പുഷ്ടിയുള്ളവരൊക്കെയും ഭക്ഷിച്ച് ആരാധിക്കും. അങ്ങനെ ഇന്ന് ആരാധിപ്പാൻ മടിയുള്ളവർ, ഇന്ന് ദൈവത്തിൻ്റെ സന്നിൽ ഹല്ലേലൂയ ദൈവത്തെ സ്തുതിക്കുവാൻ മടിയുള്ളവരൊക്കെ ആരാധിക്കുന്ന ഒരു ദിനം കടന്നു വരുന്നുണ്ട്. അത് നമുക്കും അങ്ങനെ വിശ്വസിക്കാം. ഹല്ലേലൂയ. മാത്രമല്ല, പൊടിയിലേക്ക് ഇറങ്ങുന്നവരെല്ലാം അവൻ്റെ മുൻപാകെ കുമ്പിടും. അതായത് ജീവനുള്ള, മൂക്കിൽ ശ്വാസമുള്ള ഏതു മനുഷ്യനും ഹല്ലേലൂയ ഒരു മരണ ദിവസമുണ്ട്. ഒരു ജീവിക്കുവാൻ ഈ ലോകത്തിൽ വെച്ചിരിക്കുന്ന ഒരു സമയമുണ്ട്. അത് കഴിയുമ്പോൾ നാം ഈ ലോകം വിട്ട് കടന്നു പോയേ പറ്റൂ. പൊടിയിലേക്ക് വന്നവൻ പൊടിയിൽ നിന്നെടുത്തവൻ പൊടിയിലേക്ക് മടങ്ങിപ്പോകേണ്ടതാണ്. അതുകൊണ്ട് ആ പൊടിയിലേക്ക് ഇറങ്ങുന്നവരെല്ലാം അവൻ്റെ മുൻപാകെ കുമ്പിടും. ഇന്ന് ഹല്ലേലൂയ ഒരു പക്ഷേ ജീവനുള്ള ദൈവത്തിൻ്റെ മുൻപാകെ കുമ്പിടാൻ മടിക്കുന്നവരാ. ഹല്ലേലൂയ ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നത് പോലെ സകല നാവും ഏറ്റുപറയും. ഭൂലോകരുടെയും അധോലോകരുടെയും ഒക്കെ കഥ ഹല്ലേലൂയ സകല നാവ് ഒരുപോലെ ഏറ്റുപറഞ്ഞ് യേശു മാത്രം കർത്താവെന്ന് പറഞ്ഞ് കുമ്പിടുന്ന ഒരു ദിവസം മുമ്പിൽ കടന്നു വരുന്നുണ്ട്. ഈ ജീവനുള്ള ദൈവത്തെ ഹല്ലേലൂയ നമുക്ക് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തിരിച്ചറിയുവാൻ തക്കവണ്ണം നമ്മുടെ കണ്ണുകളെ ദൈവം പ്രകാശിപ്പിച്ചു. ഈ ജീവനുള്ള ദൈവത്തിൻ്റെ മുൻപാകെ ഹല്ലേലൂയ ഈ ഭൂമിയിൽ കുമ്പിടുവാൻ ദൈവം നമുക്ക് അവസരം തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുവാണ്. ഇതൊന്നും കഴിയാതെ പോയാൽ ഹല്ലേലൂയ ഒരു ദിവസം ഇതിൻ്റെ എല്ലാം മുൻപാകെ കുമ്പിടേണ്ടി ഹല്ലേലൂയ സകല മനുഷ്യരും പൊടിയിലേക്ക് ഇറങ്ങിപ്പോകുന്ന സകല മനുഷ്യരും ഒരുപോലെ കുമ്പിടേണ്ട ഒരു ദിവസം മുൻപിൽ കടന്നു വരുന്നുണ്ട്. തൻ്റെ പ്രാണനെ രക്ഷിപ്പാൻ കഴിയാത്തവനും കൂടെ, അതെ ഹല്ലേലൂയ ദൈവത്തിൻ്റെ വചനം പറയുന്നു, തൻ്റെ പ്രാണനെ രക്ഷിപ്പാൻ കഴിയാത്തവനും കൂടെ, അതായത് സകല മനുഷ്യരും ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവവചനം പറയുന്നു, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടാം എന്നാൽ തൻ്റെ പ്രാണനെ ആത്മാവിനെ രക്ഷിപ്പാൻ ആർക്കും കഴിയത്തില്ല. ഹല്ലേലൂയ സഭാപ്രസംഗി 8:8 ഇപ്രകാരം പറയുന്നു, ആത്മാവിനെ തടുപ്പാൻ ആത്മാവിന്മേൽ അധികാരമുള്ള ഒരു മനുഷ്യനുമില്ല, മരണ ദിവസത്തിന്മേൽ അധികാരമുള്ളവനും ഇല്ല. അത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. അതുകൊണ്ടാണല്ലോ നമുക്കൊരിക്കലും നമ്മുടെ മരണ ദിവസത്തെ മാറ്റുവാൻ നമുക്ക് കഴിയത്തില്ല. ഡോക്ടർമാർ അതുകൊണ്ടാണല്ലോ പഠിച്ച മെഡിക്കൽ സയൻസ് ഒക്കെ പഠിച്ച് ഏറ്റവും ഉന്നതമായ ഒരു അവസാനം ഹല്ലേലൂയ പ്രയത്നമൊക്കെ വിഫലമായിട്ട് നമ്മളോട് പറയുന്ന ഒരു വാക്കുണ്ട്, ഞങ്ങളാലാവുന്നതെല്ലാം ചെയ്തു, ഇനി നിങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊള്ളാൻ. അതേ മരണ ദിവസത്തിന്മേൽ അധികാരമുള്ള ഈ ഭൂമിയിൽ ഒരു മനുഷ്യനുമില്ല, സർവാധികാരമുള്ളവൻ എൻ്റെ ദൈവം മാത്രമാണ്. അതുകൊണ്ടാണ് തിരുവചനം അങ്ങനെ പറയുന്നത്, തൻ്റെ പ്രാണനെ രക്ഷിപ്പാൻ കഴിയാത്തവനും കൂടെ ഹല്ലേലൂയ എല്ലാ മനുഷ്യനും ഒരുപോലെ എൻ്റെ ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദിനം കടന്നു വരുന്നു. നമുക്ക് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഈ സർവശക്തനായ ദൈവത്തെ കണ്ടുമുട്ടുവാനും ഈ ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യം തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആത്മാവിനെ തടുപ്പാൻ ആത്മാവിന്മേൽ അധികാരമുള്ള ഹല്ലേലൂയ ഒരു മനുഷ്യനുമില്ല. അതെ നമുക്ക് അതിനെ തടയുവാൻ നമുക്ക് കഴിയത്തില്ല. നമുക്ക് വെച്ചിരിക്കുന്ന ഒരു മരണ ദിവസമുണ്ട്, അതിനെ മാറ്റുവാൻ നമുക്ക് ആർക്കും കഴിയില്ല. മറ്റെന്തും നമുക്ക് ചെയ്യാം, എന്നാൽ ആ ദിവസം മാറ്റുവാൻ അധികാരമുള്ളവൻ, പ്രാണന്റെ മേൽ ജീവന്റെ മേൽ അധികാരമുള്ളവൻ ഒരുവൻ മാത്രമാണ്. നമുക്കറിയാം ഹല്ലേലൂയ പഴയ നിയമത്തിൽ ഹല്ലേലൂയ ഹിസ്കിയാവ് ഹല്ലേലൂയ പ്രവാചകൻ വന്ന് വിളിച്ചു പറയുമ്പോൾ തൻ്റെ മരണത്തിനായ ക്രമകാര്യം എല്ലാം വീട്ടുകാര്യം ക്രമത്തിൽ
ക്രമത്തിലാക്കിക്കൊള്ളാൻ പറഞ്ഞിരിക്കുമ്പോൾ, ഗ്രഹകാര്യം എല്ലാം ക്രമത്തിലാക്കുവാൻ പറയുമ്പോഴും തൻ മുഖം ഹല്ലേലൂയ ചുവര് നേരെ തിരിച്ച് ദൈവത്തോട് അപേക്ഷിക്കുവാണ്. ഹല്ലേലൂയ. ദൈവപ്രകാരം തനിക്ക് 15 സംവത്സരം നീട്ടിക്കൊടുത്തു. ഹല്ലേലൂയ. അതെ, അങ്ങനെ പ്രാണന്റെ മേൽ അധികാരം, ആയുസിന്റെ മേൽ, ആരോഗ്യത്തിന്മേൽ, സകലത്തിന്മേൽ അധികാരമുള്ളവൻ ഒരുവൻ മാത്രമാണ്. അതെ, ആ ദൈവ സർവശക്തന്റെ മുൻപാകെ ആരാധിപ്പാൻ നമുക്ക് തന്ന ഭാഗ്യത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുവാണ്. ഭൂമിയിൽ പുഷ്ടിയുള്ളവരൊക്കെയും ഭക്ഷിച്ച് ആരാധിക്കും. അതെ, ഇന്ന് ഹല്ലേലൂയ ദൈവത്തെ ആരാധിപ്പാൻ മടിയുള്ളവർ, ദൈവവചനം കേൾക്കുവാൻ മടിയുള്ളവർ ഒരു ദിവസം വരുന്നു നമ്മുടെ മുൻപിൽ തന്നെ. അത് ഹല്ലേലൂയ ദൈവത്തെ ഭക്ഷിച്ച് ആരാധിപ്പാൻ തക്കവണ്ണം, ദൈവവചനം ഭക്ഷിച്ച് ആരാധിപ്പാൻ തക്കവണ്ണം ദൈവം ഒരുക്കുന്ന അവസരങ്ങൾക്കായി സ്തുതിക്കുന്നു. ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരോട് ഒക്കെ, നമ്മുടെ കുഞ്ഞുങ്ങളോടൊക്കെ ദൈവത്തെ ആരാധിപ്പാൻ പറയുമ്പോൾ അവർക്ക് മടിയാണ്. പലപ്പോഴും ദൈവ സാന്നിധ്യത്തെ അവർ ഹല്ലേലൂയ പുറംകാലം കൊണ്ട് തട്ടി കടന്നു പോകുന്ന ഒരു ദിവസമാണ്, ഒരു കാലയളവാണ്. ദൈവവചനം കേൾക്കുവാൻ അവർക്ക് ഹല്ലേലൂയ മനസ്സില്ലാത്ത ഒരു കാലയളവാണ്. എന്നാൽ ഹല്ലേലൂയ ആമോസിന്റെ പ്രവചനത്തിൽ പറയുന്നത് പോലെ ഒരു ദിവസം കടന്നു വരുന്നു. ഹല്ലേലൂയ അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനുമായുള്ള ഒരു ദാഹവുമല്ല, ദൈവവചനം കേൾക്കേണ്ടതിനുള്ള ഒരു വിശപ്പ് ഹല്ലേലൂയ ദൈവം അയക്കുന്നു. അന്ന് അവർ ഉഴന്നു ചെല്ലുമെന്ന് പറയുന്നത്, പക്ഷെ കണ്ടെത്തുവാൻ കഴിയത്തില്ല. എന്നാൽ യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത് അവൻ അടുത്തിരിക്കുമ്പോൾ വിളിച്ചപേക്ഷിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മളെല്ലാവരും ഇടയാക്കട്ടെ. അതേ, ഭൂമിയിൽ പുഷ്ടിയുള്ളവരൊക്കെയും ഭക്ഷിച്ചാരാധിക്കുന്ന ഒരു ദിനം കടന്നു വരുന്നു. നമ്മുടെ പ്രിയപ്പെട്ടവരാ ലോകത്തിൻ്റെതായ പുഷ്ടി അനുഭവിച്ച് കടന്നു പോകുന്നവരാ ഒരു പക്ഷേ ഹല്ലേലൂയ നമ്മുടെ വാക്കുകൾ ശ്രദ്ധിക്കാതെ കടന്നു പോകുന്നിരിക്കാം. എന്നാൽ ഇതെല്ലാം മാറി ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദിനം കടന്നു വരുന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുവാണ്. നമ്മളെ ദൈവത്തെ അറിയാത്ത അനേകർ നമ്മുടെ മുമ്പിലുണ്ട്. അവരോടൊക്കെ ഈ കർത്താവിനെ കുറിച്ച് പറയുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കട്ടെ. പൊടിയിലേക്ക് ഇറങ്ങുന്നവരെല്ലാം അവൻ്റെ മുമ്പാകെ കുമ്പിടും, തൻ്റെ പ്രാണനെ രക്ഷിപ്പാൻ കഴിയാത്തവനും കൂടെ. അതെ, ഹല്ലേലൂയ നമ്മുടെ ദൈവത്തിൻ്റെ മുൻപാകെ നമ്മളെ തന്നെ സമർപ്പിക്കാം. രാജാതി രാജാവും കർത്താതി കർത്താവുമായി സകലത്തെയും ഭരിക്കുന്ന കർത്താവ് വീണ്ടും വരുന്നതാകയാൽ ഈ കർത്താവിനെ എതിരേൽപ്പാൻ തക്കവണ്ണം നമ്മളെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ. ഞങ്ങളെ ഓർത്തും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വചനത്തെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് അവസരം തന്ന പ്രിയപ്പെട്ടവരോട് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. 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 സ്വതന്ത്രം. കർത്താവിന്റെ ദാസിയെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ നല്ല പകൽക്കാലത്ത് കർത്താവിന്റെ വചനം ആമേൻ അതിന്റെ ആധികാരികതയോടെ സംസാരിപ്പാൻ തക്കോണം പ്രിയദാസിയെ കർത്താവ് ബലപ്പെടുത്തിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഭൂമിയിൽ പുഷ്ടിയുള്ളവരൊക്കെയും ഭക്ഷിച്ചാരാധിക്കും. പൊടിയിലേക്ക് ഇറങ്ങുന്നവരെ എല്ലാവരും അവന്റെ മുമ്പാകെ കുമ്പിടും. തന്റെ പ്രാണനെ രക്ഷിപ്പാൻ കഴിയാത്തവനും കൂടെ. ദൈവത്തിന്റെ സ്തോത്രം. നമ്മളൊക്കെ എപ്പോഴും പ്രാർത്ഥനയിൽ ഉരുവിടാറുള്ള ഒരു വാക്യമാണ്, ഭൂമിയിൽ പുഷ്ടിയുള്ളവരൊക്കെയും ഭക്ഷിച്ചാരാധിക്കും. നമ്മൾ പലപ്പോഴും അതിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കാതെ പ്രാർത്ഥിച്ചു വിടുന്നു. എന്നാൽ ഇന്ന് പകൽക്കാലം സമ്മിശ്രമായിട്ട് നല്ല വചനം അതിന്റെ മുഴുബലത്തോടെ പറയുവാൻ കർത്താവിന്റെ ദാസിയെ ബലപ്പെടുത്തിയതോടെ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസിയെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. രാജ്യത്തെ യഹോവയ്ക്കുള്ളതല്ലോ, അവൻ ജാതികളെ ഭരിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. എന്റെ കർത്താവിന്റെ രാജ്യത്ത് അതാർക്കും കുപ്പിട്ട് കൊടുക്കുന്നല്ലാതെ എന്റെ യഹോവയ്ക്ക്, എന്റെ കർത്താവിന് മാത്രമുള്ളതാണ്. ഒരു പ്രാവശ്യം കൂടെ നമുക്ക് നമ്മുടെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ദയമായ കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവിന്റെ ദാസിയെ ബലപ്പെടുത്തട്ടെ. ഏറിയ ബലത്തോടെ അനുഗ്രഹത്തോടെ ദിവസനെ നിൽപ്പാൻ തക്കണം ദൈവം കൃപ കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ. തുടർന്ന് നമുക്ക് സഹോദരിമാരെ നമുക്ക് ഒരുമിച്ച് ദിവസങ്ങളിലായിരിക്കാൻ ദൈവം തരുന്ന എല്ലാ അവസരങ്ങളെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന ദൈവദാസന്മാർ, ദൈവമക്കൾ, ദൈവദാസിമാർ എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വന്ദനം ഞാൻ ഈ ഉച്ചകഴിഞ്ഞ സമയത്ത് അറിയിക്കുകയാണ്. ഇന്നത്തെ വചനചിന്തയ്ക്കായിട്ട് ശബ്ദം കിട്ടുന്നില്ലേ? ഇപ്പം കിട്ടോ? ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്ക്, ഇന്നത്തെ വചന ചിന്തയ്ക്കായി അപ്പോസ്തല പ്രവൃത്തി 22:14 വാക്യം കേൾക്കാമോ? മറ്റാരെങ്കിലും ഒരാൾ പറയാമോ? കേൾക്കുന്നുണ്ടോന്ന്? ഓക്കെ നെറ്റിൻ്റെ പ്രോബ്ലം ഉണ്ട്. നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. അപ്പോസ്തല പ്രവൃത്തി 22:14 വാക്യമാണ് ഞാൻ വായിക്കാൻ ദൈവത്തിൽ ശരണപ്പെടുന്നത്. അപ്പോൾ അവൻ എന്നോട്, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നിന്നെ തൻ്റെ ഇഷ്ടം അറിയുവാനും നീതിമാനായവനെ കാണുവാനും
അവൻ്റെ വായിൽ നിന്ന് വചനം കേൾപ്പാനും നിയമിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഉച്ച കഴിഞ്ഞ സമയത്തിനായി നന്ദിയോട് സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ വചനവുമായി കർത്താവിന് സല്ലായിരിക്കാൻ ദൈവം ഒരുക്കുന്ന അവസരങ്ങൾക്കായി സ്തുതിക്കുന്ന കർത്താവേ, നെറ്റിൻ്റെ എല്ലാ പ്രോബ്ലത്തെയും കർത്താവ് പൂർണ്ണമായി മാറ്റുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മാറ്റമില്ലാത്ത വചനം സംസാരിപ്പാൻ ദൈവം അതിനെ ബലപ്പെടുത്തണമേ, അധികാരപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവ് തന്നെ സംസാരിക്കണമേ. കയറിയിരിക്കുന്ന ഓരോ ജീവിതങ്ങൾക്കും കർത്താവേ അടിങ്ങൾക്ക് ഒരുപോലെ അനുഗ്രഹമായി തീരുവാൻ, പുത്രനെ നാം മഹത്വപ്പെടുത്തുവാൻ എല്ലാം കാരണമായി തീരണം. സകലതും പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണമായി താഴ്ത്തി സമർപ്പിക്കുന്നു, അടിനെ സമർപ്പിക്കുന്ന കർത്താവ്. പ്രാർത്ഥനയായ സ്തോത്രം എല്ലാം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവനാമം മഹത്വമെടുക്കട്ടെ. പ്രത്യേകിച്ച് അപ്പോസ്തലപ്രവൃത്തി 22-ാം അധ്യായം നാം വായിക്കുന്നത് പൗലോസിൻ്റെ ആ മാനസാന്തരത്തിൻ്റെ ആ ഭാഗമാണ്. അനന്യാസ് പൗലോസിനോട് പറയുന്ന ഒരു ഭാഗമാണ് നമ്മളത് വായിച്ചത്. പൗലോസ് തൻ്റെ മിഷണറി യാത്രയുടെ ഭാഗമായി യെരുശലേമിലെത്തി. അവിടെ തനിക്കായി ബന്ധനങ്ങളും കഷ്ടങ്ങളും കാത്തിരിക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവ് മുന്നമേ തന്നെ അതറിയിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ വ്യക്തമായ ഒരു ചിത്രം തനിക്കവിടെ ലഭിച്ചിരുന്നില്ല. എങ്കിലും താൻ ഒരിക്കലും തൻ്റെ പ്രാണനെ വിലയേറിയതായിട്ട് അവിടെ എണ്ണുന്നില്ല. അത് നമുക്ക് വ്യക്തമായിട്ട് ആ ഭാഗങ്ങളിൽ വായിക്കുവാൻ കഴിയുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 27 മുതലുള്ള ഭാഗം താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെ വെച്ച് ആസിയയിൽ നിന്ന് വന്ന കുറേ യഹൂദന്മാർ പൗലോസിനെ ദേവാലയത്തിൽ വെച്ച് കണ്ട് പുരുഷാരത്തെ ഇളക്കി അവനെ പിടിച്ചു. നഗരമിളി ജനം ഓടിക്കൂടി പൗലോസിനെ ദേവാലയത്തിന് പുറത്തേക്ക് ഇഴച്ചുകൊണ്ട് പോകുന്ന ഒരു സംഭവം നമുക്ക് അവിടെ വായിക്കാൻ കഴിയുന്നുണ്ട്. ഈ സമയത്ത് സഹസ്രാധിപൻ വന്ന 2 ചങ്ങലയാൽ പൗലോസിനെ ബന്ധിക്കുവാൻ വേണ്ടി കൽപ്പന കൊടുക്കുന്നുണ്ട്. എന്നാൽ ഈ സമയം സഹസ്രാധിപൻ ചോദിക്കുന്നുണ്ട് പൗലോസിനോട്, നീ ആരാണെന്നും എന്താണെന്നും ഒക്കെ ചോദിക്കുന്നുണ്ട്. ഈ സമയം ജനം നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ തന്നെ കൊല്ലുവാൻ വേണ്ടി. എന്നാൽ താൻ ആരാണെന്ന് സഹസ്രാധിപനോട് പൗലോസ് വെളിപ്പെടുത്തി. താൻ കിലിക്കിയിലെ തർസോസ് എന്ന പ്രസിദ്ധ നഗരത്തിലെ ഒരു യഹൂദനാണെന്ന് താൻ തന്നെ വെളിപ്പെടുത്തുവാണ്. ഇപ്രകാരം ജനത്തോട് സംസാരിപ്പാൻ താൻ സഹസ്രാധിപനോട് അനുവാദം ചോദിക്കുവാണ്. അങ്ങനെ തൻ്റെ സാക്ഷ്യം പറയുന്ന ഒരു ഭാഗമാണ് ഈ 22-ന്റെ 14-ാം ഭാഗത്ത് നമ്മൾ വായിച്ചത്. അപ്രകാരം തന്നെ അപ്പോസ്തലപ്രവൃത്തി 22:4 കാണുന്നുണ്ട്. താൻ ദമസ്കോസിലേക്ക് കടന്നു പോകുവാണ്. അവിടെയുള്ള ക്രിസ്ത്യാനികളെ എല്ലാം പീഡിപ്പിക്കുവാൻ വേണ്ടി താൻ കടന്നു പോകുന്ന ഒരു ഭാഗമാണ് 22:4 കാണുന്നത്. ദമസ്കോസിൽ പാർക്കുന്ന സകലരെയും പിടിച്ചു കെട്ടി യെരുശലേമിലേക്ക് കൊണ്ടുവരേണ്ടതിനായിട്ട് താൻ യാത്ര പുറപ്പെടുന്ന ആ ഒരു ഭാഗം നമുക്കവിടെ കാണുവാനുണ്ട്. സ്ത്രീകളെയും പുരുഷന്മാരെയും ഒക്കെ കൊണ്ടുവന്ന് പിടിച്ചു കെട്ടി ഉപദ്രവിക്കാൻ വേണ്ടി താൻ യെരുശലേമിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി താൻ തയ്യാറായി ദമസ്കോസിലേക്ക് യാത്ര പോകുന്ന മധ്യയാണ് 22:7 മുതൽ നമുക്ക് വായിക്കുവാൻ കഴിയും. അപ്പോസ്തലപ്രവൃത്തി തനിക്ക് ആ ദർശനമുണ്ടാകുന്നത്. അത് സൂര്യനെ വെല്ലുന്ന ആ നട്ടുച്ചയ്ക്ക് തന്നെ സൂര്യനെ വെല്ലുന്ന ഒരു വെളിച്ചം തൻ്റെ മേൽ വീശുന്നതും തൻ്റെ മേൽ പ്രകാശിക്കുന്നതും. അതെ, അതിൽ കൂടെ താനൊരു ശബ്ദം കേൾക്കുവാണ്, ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്തെന്നൊരു ശബ്ദം കേൾക്കുന്നുണ്ട്. തൻ്റെ കൂടെ പോയവരൊന്നും ഈ ശബ്ദം കേൾക്കുന്നില്ല. എന്നാൽ ഹല്ലേലൂയ പൗലോസ് വ്യക്തമായിട്ട് ആ ശബ്ദം കേൾക്കുവാണ്. അവിടെ പറയുന്നുണ്ട്, കർത്താവേ നീ ആരെന്ന് ചോദിക്കുന്നുണ്ട്. നീ ഉപദ്രവിക്കുന്ന യേശുവാണെന്നൊക്കെ പറഞ്ഞ് താഴോട്ട് വരുന്ന ഭാഗമുണ്ട്. അത് ഞാൻ ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ നീ ദമസ്കോസിലേക്ക് പോവുക, അവിടെ വെച്ച് ഞാൻ നീ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറയുമെന്ന് അതിൻ്റെ താഴോട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ താൻ ചെന്ന് അവിടെ യഹൂദന്മാരാൽ സാക്ഷ്യം കൊണ്ട അനന്യാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അടുക്കൽ ചെല്ലുന്നതും ഈ വെളിച്ചം മിന്യ മുഖാന്തരം തൻ്റെ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ട സമയത്ത് മറ്റുള്ളവർ കൈക്ക് പിടിച്ചുകൊണ്ടാണ് അനന്യാസിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നത്. എന്നാൽ അനന്യാസ് തന്നെ കാണുന്ന സമയത്ത് തന്നെ അതെ സഹോദര കാഴ്ച പ്രാപിക്കെന്ന് പറഞ്ഞാൽ തന്നെ തന്നോട് പറയുന്നതും ആ നിമിഷം തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ സൗഖ്യമാക്കി അനന്യാസിനെ കാണുന്ന ഒരു കാഴ്ചയാണ്. അത് 14-ാം വാക്യം. അപ്പോൾ അനന്യാസ് പറയുന്ന ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചാൽ, അപ്പോൾ അവൻ എന്നോട്, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നിന്നെ തൻ്റെ ഇഷ്ടം അറിയുവാനും നീതിമാനായവനെ കാണുവാനും അവൻ്റെ വായിൽ നിന്ന് വചനം കേൾപ്പാനും നിയമിച്ചിരിക്കുന്നു. അതെ, അവിടെ വെച്ച് പൗലോസിൻ്റെ മേലുള്ള ഒരു നിയമനത്തെക്കുറിച്ച് അനന്യാസ് മനസ്സിലാക്കി കൊടുക്കുവാണ് ഹല്ലേലൂയ പൗലോസിനും. അതുവരെ തന്നെ ഹല്ലേലൂയ ഹല്ലേലൂയ പ്രത്യേകിച്ച് സർവ്വ അധികാരിയായ കർത്താവിൻ്റെ നിയമനം തൻ്റെ മേൽ കിടന്നിട്ടും താൻ അതറിയാതെ പുരോഹിതന്മാരിൽ അധികാരികളായവരുടെ എഴുത്തും കൊണ്ട് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ വേണ്ടി പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമ്മുടെ മേൽ ദൈവം തന്ന നിയമനം ആ അപ്പോയിൻമെൻറ്റ് പലപ്പോഴും നാമും തിരിച്ചറിയാതെ പോവുകയാണ്. ഇതുപോലെ തന്നെ നാമും പലപ്പോഴും നമ്മുടെ മേലുള്ള നിയമനം തിരിച്ചറിയുന്നില്ല.
പൗലോസിൻ്റെ മേലുള്ള നിയമനം ജാതികളോട് സുവിശേഷം അറിയിപ്പാനായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ താൻ ആയിരിക്കുന്ന അവസ്ഥ നേരെ വിപരീതമാണ്. എപ്രകാരമൊക്കെ ക്രിസ്തുവിനെ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്ന വ്യക്തികളുണ്ടോ അവരെ എല്ലാം പിടിച്ചു കെട്ടി ഉപദ്രവിക്കാൻ വേണ്ടി താൻ മുന്നിട്ടിറങ്ങുന്ന ഒരു അവസ്ഥയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. എന്നാൽ തൻ്റെ മേൽ ഒരു നിയമനം കൊടുത്ത ദൈവത്തിന് ഒരു ഉത്തരവാദിത്വമുണ്ടെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അതായത് നിയമിച്ചവന് അവൻ്റെ മേൽ ഒരു ഉത്തരവാദിത്വമുണ്ട്. അത് നടപ്പാക്കുക എന്നുള്ളത് ആ ദൈവത്തിൻ്റെ ഒരു പദ്ധതി ആയതുകൊണ്ടാണ് തന്നെ അപ്രകാരം ദമസ്കോസിലേക്ക് വിടുന്നതും താൻ കാഴ്ച തനിക്ക് നഷ്ടപ്പെട്ട അനന്യാസിൻ്റെ അടുക്കൽ ചെല്ലുന്നതും ഒക്കെ തൻ്റെ ആ നിയമനത്തിൻ്റെ ഒരു ഭാഗം മാത്രമായിരുന്നു. അതിനായി പൗലോസിന് ഒരു ഇടപെടൽ, ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ ആവശ്യമുണ്ടായിരുന്നു. തനിക്കതൊന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണം അതുവരെയും എരിവുള്ളവനായി, യഹൂദ മതത്തിൻ്റെ എരിവുള്ളവനായി ക്രിസ്ത്യാനികൾക്കെതിരെ ശക്തമായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ സമയത്താണ് എന്ത് ചെയ്യുക, ദൈവത്തിൻ്റെ ഇടപെടൽ തൻ്റെ മേലുണ്ടാകുന്നത്. നാമും അപ്രകാരം തന്നെ തിരിച്ചറിയണം. ദൈവത്തിൻ്റെ നിയമനം ഒരുവൻ്റെ മേലുണ്ടെങ്കിൽ ഒരുപക്ഷെ ദൈവവചനത്തിലൂടെ പ്രവാചകന്മാരിലൂടെ ഒക്കെ ദൈവം നമ്മളെ എന്ത് ചെയ്യും, അത് ഓർമ്മപ്പെടുത്തും, നമ്മളെ അത് കേൾപ്പിക്കും, നമ്മളെ അത് മനസ്സിലാക്കി തരും. എന്നാലും അത് മറുത്ത് മുൻപോട്ട് പോകുന്ന അനേകരുണ്ട്. നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ മറുത്ത് പലപ്പോഴും ചിലപ്പം ചെയ്തിട്ടുണ്ടാവും. അത് അങ്ങനെയൊക്കെ മറുത്ത് മുൻപോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു വ്യക്തി പിന്നീടുള്ള സമയങ്ങളിൽ വില കൊടുക്കേണ്ടി വരും. നമ്മളെപ്പോഴും പറയാറുണ്ട് എന്ത് ചെയ്യുക, അത് ദൈവത്തിൻ്റെ ആ കരം നമ്മുടെ മേൽ ഭാരമാകുന്നതിന് മുൻപ് ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് നമ്മൾ കീഴ്പ്പെട്ടാൽ അത് ഒത്തിരി അനുഗ്രഹമായിരുന്നു. അല്ലെങ്കിൽ നാം പിന്നെയും ഒത്തിരി വില കൊടുക്കേണ്ടി വരും. ദൈവത്തിൻ്റെ ആ വിളി നമ്മുടെ മേൽ കിടന്നിട്ടും ദൈവത്തിൻ്റെ ശബ്ദം നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് മുൻപോട്ട് പോകുമ്പോൾ അപ്രകാരം തന്നെയാണ് ദൈവത്തിൻ്റെ നിയമനം അനന്യാസ് തന്നെ ബോധ്യപ്പെടുത്തി കൊടുക്കുവാണ്. അപ്പോൾ പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നതാണ്, സ്വർഗത്തിലെ ദൈവം നമ്മെ നിയമിച്ച ഇടത്ത് നാം എപ്പോഴും കാണണം. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇന്ന് പകൽക്കാലം നാം ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. അത് ദൈവം നമ്മളെ വെച്ചിരിക്കുന്ന ഒരു നിയമനമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഒരുപക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുവാനാണോ, പ്രവർത്തിക്കുവാനാണോ, സഹായിക്കാനാണോ, ശുശ്രൂഷിപ്പാനോ, എന്തായാലും ആ നിയമനം നമ്മുടെ മേലുള്ളത് നമ്മളെപ്പോഴും തിരിച്ചറിയുക. ദൈവം എന്തൊരു നിയമമാണ്, എന്തിനു വേണ്ടിയാണ് എന്നെ അപ്പോയിൻമെൻറ്റ് ചെയ്തിരിക്കുന്നതെന്നുള്ള അത് വ്യക്തമായി നമ്മളെപ്പോഴും തിരിച്ചറിയാം. ഈ പ്രാർത്ഥന തന്നെ അതിൻ്റെ ഒരു ഉദാഹരണമാണ്. അത് നമ്മൾ 24 മണിക്കൂർ ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുക. ഇതിൻ്റെ പിന്നിൽ അഭിഷിക്തന്മാർ വളരെ കഷ്ടപ്പെടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. അവർ ഒരു നിമിഷം ഉദാസീനരായിത്തീരുന്നാൽ നമുക്കറിയാം അതിൻ്റെ ആ ലിങ്ക് മുഴുവൻ നഷ്ടപ്പെട്ടു പോവുകയാണ്. അതിൻ്റെ പിന്നിൽ എത്രയോ പേര് പ്രാർത്ഥിക്കുവാൻ തയ്യാറായിരിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ അതൊന്നും അവർക്ക് കയറുവാൻ കഴിയാതെ ഒരു വ്യക്തിയുടെ ഉദാസീനം അത് മുഴുവൻ നഷ്ടപ്പെട്ടു പോകാനിടയായിത്തീരും. അതുപോലെ തന്നെയാണ് ഈ ലോകത്തിലെ ഒരു ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്ത ഒരു വ്യക്തി ആ സ്ഥാനത്ത് നിന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് കൊടുത്തിരിക്കുന്ന ആ കസേരയിൽ ഇരുന്നില്ലെങ്കിൽ നഷ്ടം ഒരു വ്യക്തിക്കല്ല, നാം മനസ്സിലാക്കണം, ഒരു വ്യക്തിക്കല്ല, തന്നെ കാത്തിരിക്കുന്ന വലിയൊരു സമൂഹത്തിനാണ് അത് ആ നഷ്ടം വരുന്നത്. അതൊരിക്കലും നാം മറന്നു പോകല്ലേ. നാം നമ്മുടെ ഡ്യൂട്ടി ചെയ്തില്ലെങ്കിൽ നിയമിച്ചവൻ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ ഒരിക്കലും മടിക്കില്ല. നമ്മൾ പ്രത്യേകം അത് മനസ്സിലാക്കണം. അതിന് ഒരുപക്ഷെ നമുക്കറിയാം, നമ്മളൊരു അപ്പോയിൻമെൻറ്റ് ലെറ്റർ തന്നിട്ട് നമ്മൾ ആ ലെറ്റർ തക്ക സമയത്ത് നമ്മൾ ആ കാര്യത്തിന് ജോയിൻ ചെയ്തില്ലെങ്കിൽ, ജോലി സംബന്ധമായാലും ഒരു നിയമനം ആയാലും നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അതിൽ നിന്ന് ഡിസ്മിസ് ചെയ്യുവോ അല്ലെ അതെന്തെങ്കിലും അതിനൊരു നടപടി എടുക്കുവാൻ അധികാരികൾക്ക് അതിന് കഴിയുമെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ദൈവം നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം അത് നിറപടിയായി നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മളെ ആ സ്ഥാനത്ത് നീക്കുവാൻ ദൈവത്തിന് അധികാരമുണ്ടെന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകല്ല. നമ്മെ വിശ്വസ്തരെന്നെണ്ണിയാണ് ദൈവം നമ്മളെ ഈ സുവിശേഷം ഭരമേൽപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ കഴിവോ നമ്മുടെ മിടുക്കോ പ്രാഗൽഭ്യം കൊണ്ടൊന്നുമല്ല, നമ്മളെ വിശ്വസ്തരെന്നെണ്ണിയാണ് ദൈവം ഈ കാര്യം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തി 26-ാം അധ്യായത്തിലും ഇതേ കാര്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. തന്നോട് പൗലോസിനോട് വഴിയിൽ വെച്ച് ഇടപെടുന്ന ആ ദൈവശബ്ദത്തെ പറ്റി ഒരു കാര്യം വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 26-ന്റെ 16-ാം വാക്യം. അപ്പോസ്തലപ്രവൃത്തി 26-ന്റെ 16. നീ എന്നെ കണ്ടതിനും ഇനി ഞാൻ നിനക്ക് പ്രത്യക്ഷനാവാനിരിക്കുന്നതിനും നിന്നെ ശുശ്രൂഷകനും സാക്ഷിയുമായി നിയമിപ്പാൻ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി. ജനത്തിൻ്റെയും ജാതികളുടെ കയ്യിൽ നിന്നും ഞാൻ നിന്നെ രക്ഷിക്കും. അവിടെ വ്യക്തമായ ഒരു ക്ലിയർ അപ്പോയിൻമെൻറ്റ് ലെറ്റർ പൗലോസിന് കൊടുക്കുവാണ്. നീ ശുശ്രൂഷകനും സാക്ഷിയുമായി നിയമിപ്പാൻ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി. എന്തിന് ദൈവം ഹല്ലേലൂയ പൗലോസിന് വഴിമധ്യ ദമസ്കോസിൻ്റെ മധ്യത്തിൽ ഹല്ലേലൂയ തനിക്ക് വേണ്ടി കർത്താവ് പ്രത്യക്ഷനായെന്നുള്ള തന്നെ ബോധിപ്പിച്ചുറപ്പിക്കുവാണ്. ഒരു ശുശ്രൂഷകനും സാക്ഷിയുമായി നിയമിക്കുന്ന ആ നിയമനം തന്നെ ബോധ്യപ്പെടുത്തുവാണ്. നാമും തിരിച്ചറിയുക, നമ്മുടെ മേൽ ദൈവം ആക്കിയിരിക്കുന്ന നിയമനം ഏത്, നമ്മൾ ഏത് സ്ഥാനത്താണ് ദൈവം അപ്പോയിൻ്റ് ചെയ്തെന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറന്നുപോലെ.
അപ്പോസ്തല പ്രവൃത്തി 13:48 കഴിഞ്ഞ ദിവസത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ എന്നെ വളരെ ചിന്തിപ്പിക്കുന്ന ഒരു ഭാഗമായിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 13:48. അത് അന്ത്യോക്യയിൽ ചെല്ലുമ്പോൾ പൗലോസും ബർന്നബാസും കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം പറയുന്ന ഒരു ഭാഗമാണ്. അവിടെ യഹൂദ മതത്തിൽ എരിവുള്ളവരൊക്കെ കൂടി വന്ന പൗലോസിനോട് എതിർക്കുന്ന ഒരു സമയമാണ് അവിടെ വായിക്കാൻ കഴിയുന്നത്. അതിൻ്റെ താഴോട്ട് വരുമ്പോൾ അതിൻ്റെ 48 വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്. ഒരു മിനിറ്റ് ഞാൻ വായിക്കാമേ. 48 വാക്യം. ജാതികൾ ഇത് കേട്ട് സന്തോഷിച്ചു, ദൈവവചനത്തെ മഹത്വപ്പെടുത്തി, നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ എല്ലാവരും വിശ്വസിച്ചു. കഴിഞ്ഞ ദിവസം വളരെ എന്നെ ചിന്തിപ്പിച്ച ഒരു ഭാഗമാണ്. നിത്യജീവനായി നിയമിക്കപ്പെട്ടവരെല്ലാവരും ഇത് വിശ്വസിച്ചു. അത് വിശ്വസിക്കാത്ത ഒരു കൂട്ടം പട്ടണത്തിലുണ്ടായിരുന്നു. അവർ ഇവരോട് എതിർത്ത് എന്ത് ചെയ്യുക, ഇവരെ പട്ടണത്തിൽ നിന്ന് പുറത്താക്കുക. അവർ സന്തോഷിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഇക്കോനിയിലേക്ക് പോയെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ എന്നെ ചിന്തിപ്പിച്ചൊരു ഭാഗ്യമല്ല, നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മളെപ്പോഴും മനസ്സിലാകും. ഞാൻ എന്നെ ചിന്തിപ്പിച്ചൊരു ഭാഗമാണ്, എല്ലാവരും രക്ഷിക്കപ്പെടണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത്. അത് 2 പത്രോസ് 3:9 ഇങ്ങനെ പറയുന്നുണ്ട്. ചില താമസമെന്ന് വിചാരിക്കുന്ന പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നേ ഉള്ളൂ. അങ്ങനെ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുമ്പോഴും അതിനകത്തൊരു നിയമനം കിടപ്പുണ്ട്. അതായത് നമ്മൾ എവിടെ പോയി, ഏത് പട്ടണത്തിൽ പോയി, എവിടെ കർത്താവിൻ്റെ വചനം പറഞ്ഞാലും നമ്മളത് മനസ്സിലാക്കുക. അവിടെ കർത്താവിന് വേണ്ടി നിത്യജീവനായി നിയമിക്കപ്പെട്ട ഒരു കൂട്ടമുണ്ട്. അവർ പൂർണ്ണമായിട്ട് കർത്താവിനെ വിശ്വസിക്കും. എന്നാൽ നിത്യജീവനായി അവർ മൂളി പറയുന്നുണ്ട്, യഹൂദന്മാർ അവരെ തന്നെ നിത്യജീവന അയോഗ്യരായി എന്ന് കണ്ടു. അതാ പറയുന്നത്, അയോഗ്യരെന്ന് വിധിച്ചു കളഞ്ഞതിനാൽ അത് ജാതികളുടെ ഇടയിലേക്ക് പൗലോസും ബർന്നബാസും കടന്നു പോവാം. അവരെ തന്നെ അയോഗ്യരായി കണ്ടു. അപ്പോൾ ആ സുവിശേഷമായി ജാതികളുടെ ഇടയിലേക്ക് കടന്നു വന്ന് നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ കർത്താവിനെ വിശ്വസിപ്പാനും കർത്താവിനെ പിൻപറ്റുവാനിടയായിരുന്നു. നമ്മൾ എവിടെ പോയി ദൈവവചനം പറയുമ്പോൾ ഓർത്തോണം, ഈ നിയമനത്തിൽപ്പെട്ട വ്യക്തികൾ കർത്താവിനെ വിശ്വസിപ്പാനിടയായിത്തീരും. എന്നാൽ ഞാൻ എന്നെ ചിന്തിപ്പിച്ച ഒരു ഭാഗം, നമ്മുടെ പ്രിയപ്പെട്ടവർ അനേകർ ഇന്ന് രക്ഷിക്കപ്പെടാത്തവരുണ്ട്. അവരും ഈ നിയമനത്തിൻ്റെ ഭാഗമായി തീരുവാൻ വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. അല്ലെങ്കിൽ അവർ തള്ളപ്പെട്ടു പോകും. അതിനൊരിക്കലും നമ്മൾ ഇടയായിത്തീരും. അവർ നശിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇപ്രകാരമുള്ള പ്രാർത്ഥനകളൊക്കെ നമ്മൾ ചെയ്യുന്നതും നമ്മൾ ദൈവസ്ഥലിൽ കാത്തിരിക്കും. ദൈവം നമ്മെ തിരഞ്ഞെടുത്തതും നിയമിച്ചിരിക്കുന്നതും നമ്മുടെ മേൽ ദൈവം പകർന്നിട്ടുള്ള ചുമതല ഇപ്രകാരം തന്നെയാണ്. അപ്രകാരമുള്ളവരെ കർത്താവിലേക്ക് കൊണ്ടുവരികയാണ്. അതൊരിക്കലും നമ്മൾ മറന്നുപോലെ, നമ്മുടെ നിയമനം മറന്ന് നാം യാത്ര ഒരിക്കലും ചെയ്യാനിടയായിട്ടില്ല. നിയമിക്കപ്പെട്ട സ്ഥാനത്ത് തന്നെ നാം കാണണം. ഈ സമയത്ത് നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമ്മളെ നിയമിച്ചെങ്കിൽ നമ്മൾ ആ കൃത്യസമയത്ത് അതിനായി ഒരുക്കപ്പെട്ട് നമ്മൾ ആ നിയമനം മനസ്സിലാക്കി നമ്മുടെ ഉത്തരവാദിത്വം ചെയ്യുവാൻ നമ്മൾ ഒരുക്കപ്പെടുക. അതൊന്നും വൃഥാവായി പോയില്ല. ദൈവം നമ്മളെ ആക്കിയിരിക്കുന്ന ഒരു പദവിയാണെന്ന് തിരിച്ചറിയുക. നമുക്ക് ഏറ്റവും മനസ്സിലാക്കാൻ പറ്റുന്ന ഉദാഹരണം ആ നിയമനത്തെ പറ്റി പറയാം. നമ്മൾ റോഡിൽ കൂടെ യാത്ര ചെയ്യുന്നവരാണ്. നമ്മൾക്ക് കാണുന്ന ജംഗ്ഷനിലൊക്കെ നമുക്ക് ഒന്നീ സിഗ്നൽ ലൈറ്റ് കാണാം, അതില്ലാത്തവർക്ക് ഒരു ട്രാഫിക് പോലീസ് ഉണ്ടായിരിക്കും. ആ ട്രാഫിക് പോലീസ് അന്നത്തെ ദിവസം ആ നിയമിക്കപ്പെട്ട റോഡിൽ ഇല്ല എന്ന് നമ്മൾ ചിന്തിക്കുക. അന്നത്തെ ദിവസം ആ റോഡിൽ അനേകർ മരണപ്പെടുവാനിടയായി തീരും. അത് കാരണം എന്താ? തന്നെ നിയമിക്കപ്പെട്ട സ്ഥാനത്ത് എന്ത് ചെയ്യുക, തൻ്റെ ഉത്തരവാദിത്വം ചെയ്യുവാൻ താൻ അവിടെ കടന്നു വരാത്ത നിമിത്തം അനേകര ജീവൻ അന്നത്തെ ദിവസം അവിടെ പൊലിയുവാനിടയായി തീരും. കാരണം എന്താ? വേണ്ട വിധത്തിൽ ശ്രദ്ധയോടെ വണ്ടി ഓടിച്ച് അതിനെ ക്രമീകരിക്കുവാൻ കഴിയാതെ മനുഷ്യൻ പോകുന്ന നിമിത്തം ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. നമ്മുടെ ഉദാസീനത കാരണം മറ്റുള്ളവർ നഷ്ടപ്പെടുവാൻ ഒരിക്കലും ഇടയാകരുത്. അതുകൊണ്ട് നമുക്ക് ഉറക്കത്തിൽ നിന്ന് ഉണരുവാനിടയാകട്ടെ. നിയമനം തിരിച്ചറിഞ്ഞ് പ്രവർത്തിപ്പാൻ തക്കവണ്ണം ഈ ദിവസങ്ങളിൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതായത് ആ നിയമനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒത്തിരി ഭാഗങ്ങൾ വേദോസ്തത്തിലുണ്ട്. 1-2 ഭാഗം മാത്രം പറഞ്ഞ് വേഗം ഇരിപ്പാൻ ആഗ്രഹിക്കുന്നു. റോമർക്ക് എഴുതിയ പുസ്തകം 8-ാം അധ്യായം 30-ാം വാക്യം. മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. നമുക്കെല്ലാം അറിയുന്ന ഭാഗം. അപ്രകാരം ദൈവത്തിൻ്റെ ഒരു മുൻ നിയമനം നമ്മുടെ മേലും വന്നതുകൊണ്ട് മാത്രമാണ് ഇന്ന് പകൽക്കാലം നമുക്ക് ഇപ്രകാരം ദൈവസ്ഥലിൽ ഇരുന്ന് മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുവാനും പ്രാർത്ഥിക്കുവാനും ദൈവം നമ്മളെ സഹായിച്ചു. നമ്മുടെ മേൽ അപ്രകാരം ഒരു നിയമനം ഉള്ളതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതെ, അപ്രകാരം തന്നെ അതെ വേദോസം പറയുന്ന സകല അധികാരവും ദൈവത്താൽ മാത്രമാണ് നിയമിക്കപ്പെടുന്നെന്ന് പ്രത്യേകിച്ച് വചനത്തിൽ വ്യക്തമാക്കുന്നു. അത് തന്നെ റോമർക്ക് എഴുതിയ ലേഖനം 13:1 അത് പറയുന്നു. ഏതു മനുഷ്യനും ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ, ദൈവത്താൽ അല്ലാതെ ഒരു അധികാരവും ഇല്ലല്ലോ. ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഏത് അധികാരം, മാനുഷ്യമായ ഭൗതിക തലത്തിലോ ആത്മീയ തലത്തിലോ ഉള്ള ഏത് നേതൃത്വവും അധികാരങ്ങളൊക്കെ ദൈവത്താൽ നിയമിക്കപ്പെട്ടു എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തെ ഭയപ്പെടുന്നത് പോലെ ആ അധികാരത്തിന് കീഴ്പ്പെട്ടുകൊണ്ട് നാം ആയിരിക്കാൻ തക്കവണ്ണം ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. 1 തെസ്സലോനിക്കർ 3:3 ഒരു ഭാഗം ഇപ്രകാരം
ഇപ്രകാരം പറയുന്നുണ്ട്, കഷ്ടം അനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. ഈ നിയമനം നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു നിയമനം, കഷ്ടം അനുഭവിക്കുക ആർക്കും ഇഷ്ടമില്ലാത്ത. എന്നാൽ നാം ചോദിക്കാതെ തന്നെ ദൈവം ഓരോരുത്തരുടെ മേൽ, ഒരു ദൈവ പൈതലിൻ്റെ മേൽ, ഒരു ദൈവവിശ്വാസിയുടെ മേൽ പകർന്നിട്ടുള്ള ഒരു നിയമനമാണ് കഷ്ടം അനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടത്. അത് നിയമിച്ച ആ കർത്താവിനറിയാം നമുക്ക് എത്രയും കപ്പാസിറ്റി ഉണ്ട്, നമുക്ക് എത്രയും വഹിക്കുവാൻ കഴിയുമെന്ന് നമ്മുടെ ദൈവത്തിന് നന്നായിട്ട് അറിയാം. നമ്മൾ കഷ്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരിക്കലും ആ ഉടമസ്ഥൻ നാം തകർന്നു പോകാൻ ഒരിക്കലും അനുവദിക്കത്തില്ല. അതിന് മീതെ ഒരു പരീക്ഷ തന്ന് നമ്മളെ ഒരിക്കലും തകർന്നു പോകാൻ അനുവദിക്കുന്ന ദൈവമല്ല. സങ്കീർത്തനക്കാരൻ 142:3 ഇപ്രകാരം പറയുന്നു, എൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ വിഷാദിച്ചിരിക്കുമ്പോൾ നീ എൻ്റെ പാത അറിയുന്നു. ഈ കഷ്ടത്തിലൂടെയും വേദനയിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ മനസ്സിനും നമ്മുടെ ആത്മാവിനും ഒരു ക്ഷീണം സംഭവിക്കാം. അതുകൊണ്ടായിരിക്കും സങ്കീർത്തന പുസ്തകത്തിൽ അങ്ങനെ എഴുതിയേക്കുന്നത്. അപ്പോഴും നമ്മുടെ പാത അറിയുന്ന ഒരു ഉടമസ്ഥനുണ്ട്, ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, ഞാൻ ദൈവത്തെ സ്തുതിക്കുവാണ്. നമ്മൾ അടുത്ത ചുവട് എന്ത് വെക്കണം, അടുത്ത പാത എങ്ങനെ നമ്മൾ മുമ്പോട്ട് പോകും, നമ്മുടെ അവസാനം എന്തെന്ന ആരംഭത്തിൽ തന്നെ അറിയുന്ന ഒരു ഉടമസ്ഥനാണ് നമ്മുടെ പിതാവ്. ആ കരത്തിലാണ് നമ്മൾ കഷ്ടതയിലായിരിക്കുമ്പോഴും നമ്മൾ ആയിരിക്കുന്നെന്നുള്ള ബോധ്യം നമ്മളെ ഭരിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം അപ്രകാരം കഷ്ടത്തിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ട്, ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ ദൈവം ബലപ്പെടുത്തട്ടെ. നമ്മെ നന്നായി അറിയും, നമ്മുടെ അടുത്ത ചുവട് അറിയുന്ന ഒരു ഉടമസ്ഥനാണ് നമ്മളോട് കൂടെ ഇരിക്കുന്ന. വചനത്തിൽ പ്രവാചകൻ പറഞ്ഞ പോലെ, കഷ്ടത്തിന് അപ്പവും ഞെരുക്കത്തിന് വെള്ളം തന്നാൽ ഉപദേഷ്ടാവ് മറിഞ്ഞിരിക്കത്തില്ല. ആ ഉപദേഷ്ടാവ് നമ്മളെ കണ്ണുകൊണ്ടിരിക്കുന്ന ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. 1 തെസ്സലോനിക്കർ 5:10 ഇപ്രകാരം നാം വായിക്കുന്നു, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാൻ അത്രയും നിയമിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ മേലുള്ള നിയമനം എത്രമാത്രം ശ്രേഷ്ഠമാണ് നമ്മൾ തിരിച്ചറിയുക. നമ്മളെ വിളിച്ചത് ആ രക്ഷ പ്രാപിപ്പാനാണ്, നമ്മളെ നിയമിച്ചിരിക്കുന്നത് അതിനാണെന്നുള്ള ബോധ്യം നമ്മളെപ്പോഴും ഉണ്ടായിരിക്കും. നമ്മുടെ ജീവിത മരുഭൂമി യാത്രയിൽ ക്ലേശങ്ങളും പ്രയാസങ്ങളും അസ്വസ്ഥകളും ഒക്കെ കടന്നു വരുമ്പോൾ ആ രക്ഷ നമ്മൾ നഷ്ടപ്പെട്ടു പോകാതെ അതിനുവേണ്ടി ദൈവം നമ്മളെ നിയമിച്ചിരിക്കുക. അനേകരെ ഈ രക്ഷയിലേക്ക് കൊണ്ടുവരാനുള്ളൊരു നിയമനം നമ്മുടെ മേലുണ്ടെന്നുള്ള ബോധ്യത്തോടെ ക്രിസ്ത്യ ജീവിതം നയിപ്പാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അതെ എബ്രായർക്ക് എഴുതിയ ലേഖനം 9:27 ഇങ്ങനെ പറയുന്നുണ്ട്, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നത്. അത് സകലർക്കുമുള്ള ഒരു നിയമനമാണ്. അത് കൊരിന്ത്യർ പറയുന്നത് പോലെ നാം ശരീരത്തിലിരിക്കുമ്പോൾ ഹല്ലേലൂയ ചെയ്തത് നല്ലതായാലും തീയതിലും തക്കവണ്ണം പ്രാപിക്കേണ്ട ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നമ്മളെല്ലാവരും നിൽക്കണം. അതെല്ലാവരുടെ മേലൊരു നിയമനമുണ്ട്. അതെ ഹല്ലേലൂയ, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി മനുഷ്യർക്ക് ദൈവം നിയമിച്ചിരിക്കുകയാണ്. ആകയാൽ പ്രിയ ദൈവജനമേ, നമ്മുടെ മേലുള്ള ഉത്തരവാദിത്തം മനസ്സിലാക്കി ഈ ദിവസങ്ങളിൽ മുന്നേറാം. ദൈവം നിയമിച്ചെടുത്ത അത് നമ്മുടെ കുടുംബത്തിൽ ഒരു പക്ഷേ നമ്മൾ ഒരു കുടുംബിനിയായിട്ട് അല്ലെ ഒരു ഭാര്യയായിട്ടാണോ അല്ലെ ഒരു കർത്താവിൻ്റെ മേലുള്ള ശുശ്രൂഷയ്ക്ക് പോകുന്ന പങ്കാളിയായിട്ടാണോ, നമ്മൾ ഏത് നിലയിലാണ് ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത് ആ നിയമനത്തിൽ നിന്നുകൊണ്ട് കർത്താവിന് വേണ്ടി ശക്തിയോടെ നിൽക്കുവാൻ, അനേകരെ കർത്താവിന് വേണ്ടി ഒരുക്കിയെടുക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിക്കട്ടെ. അത് നമ്മൾ കൊരിന്ത്യർ ലേഖനത്തിൽ ഇപ്പുറം ഒരു ഭാഗം 5-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, നമ്മൾ ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ തക്കവണ്ണം അഭിമാനിക്കുന്നു. അതെ, നമ്മൾ ഈ ശരീരത്തിൽ വസിക്കാലും ശരീരം വിട്ടാലും നമ്മുടെ ഒറ്റ ഉദ്ദേശമുള്ളൂ നമ്മുടെ കർത്താവിനെ പ്രസാദിപ്പിക്കണം. അപ്പം നമ്മുടെ മേൽ ദൈവം വെച്ചിരിക്കുന്ന ആ നിയമനം നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ മനസ്സിലാക്കുക, അപ്രകാരം ചെലവഴിക്കുവാൻ, നമ്മുടെ സമയങ്ങൾ ചെലവഴിക്കുവാനും അനേകരെ നിത്യത രക്ഷയുടെ കാരണഭൂതരാക്കി തീർക്കുവാൻ, അനേകരെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുവാൻ തക്കവണ്ണം അത് മനസ്സിലാക്കി കൊടുക്കാൻ വലിയവനായ ദൈവം സഹോദരിമാരായ നമ്മളെ ഓരോരുത്തരും ബലപ്പെടുത്തണ ശക്തീകരിക്കട്ടെ. ഈ സ്ലോട്ടിൽ കയറിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ദൈവം അതിനായി ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ദൈവത്തിന് എന്നെ തന്നെ സമർപ്പിക്കുകയാണ്. ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് ഞാൻ ദൈവത്തിന് താണിരിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തോത്രം. കർത്താവിന്റെ ദാസിയെ ദൈവം വളരെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഒരു ശൗലിനെ പൗലോസാക്കി തീർത്തവനായ നല്ല കർത്താവ് ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാനായിട്ട്